തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കാഴ്ചവെക്കുന്നത്. ഒന്നാം വാർഡിൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPM-ലെ ടി ഉണ്ണികൃഷ്ണനെ വിജയം. LDF സ്ഥാനാർത്ഥിയാണ് ഒന്നാം വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. രണ്ടാം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്കാണ് വിജയം. രണ്ടാം വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സാനിബ അൻസാറാണ് വിജയിച്ചിരിക്കുന്നത്. മൂന്നാം വാർഡിൽ UDF സ്ഥാനാർത്ഥി AK അനീഫയ്ക്ക് വിജയം ലഭിച്ചു. കൊപ്പം വാർഡാണ് മൂന്നാം വാർഡ്. നാലാം വാർഡ് കൊപ്പം നോർത്തിൽ LDF-നാണ് വിജയം. MT ആതിരയാണ് നാലാം വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠന് വാർഡിൽ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത്. അഞ്ചാം വാർഡ് മിഠായി തെരുവിൽ UDF സ്ഥാനാർത്ഥിക്കാണ് വിജയം. UDF സ്ഥാനാർത്ഥി CM അമല ഇവിടെ വിജയിച്ചിരിക്കുന്നു. ആറാം വാർഡ് പ്രഭാപുരത്ത് LDF സ്ഥാനാർത്ഥിക്കാണ് വിജയം. LDF സ്ഥാനാർത്ഥി CPM-ലെ സുജാതയ്ക്കാണ് ആറാം വാർഡിൽ വിജയം ഉണ്ടായിരിക്കുന്നത്. ഏഴാം വാർഡ് മണ്ണേങ്കോട് UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. അട്ടിമറി വിജയമാണ് മണ്ണേങ്കോട് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിലെ അജയ് ഘോഷിനാണ് ഏഴാം വാർഡ് മണ്ണേങ്കോട് വിജയം ഉണ്ടായിരിക്കുന്നത്. മറ്റു വാർഡുകളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ യസ്മിനി LDF-ലെ യസ്മിനിയാണ് വിജയിച്ചിരിക്കുന്നത്. നിലവിൽ 8 വാർഡുകൾ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 4-4 എന്ന നിലയിലാണ് കൊപ്പം പഞ്ചായത്ത് പോകുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കൊപ്പം പഞ്ചായത്തിൽ നടക്കുന്നത്. LDF-ന് 4, UDF-ന് 4. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഗീതാമണികണ്ഠന് വാർഡിൽ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണന് വിജയവും ഉണ്ടായിട്ടുണ്ട്. നിലവിലെ വാർഡ് മെമ്പറായിരുന്ന BJP-ലെ അഭിലാഷിന് ഒന്നാം വാർഡിൽ തോൽക്കേണ്ടി വന്നു. അതാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ സ്ഥിതി.